ബി.ജെ.പിയുടെ കളിപ്പാവകളെന്നും പമ്പരമെന്നും നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇ.ഡി. സി.ബി.ഐ ഒരു കാലത്ത് പുലികളായിരുന്നു. എന്നാൽ ഇന്നതല്ല അവസ്ഥ എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തം കുഴി തോണ്ടാൻ പദ്ധതിയിടുകയാണ് കേന്ദ്രം. ബി.ജെ.പി ഭരണത്തിലിരിക്കുന്ന മധ്യപ്രദേശ്, ഗോവ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യക്തികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സി.ബി.ഐക്ക് അമിത അധികാരം നൽകിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഉൾപ്പെടുന്ന അഴിമതി കേസിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ കൂടി അന്വേഷണം നടത്തുവാനുള്ള അനുമതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ വകുപ്പ് 6 പുതിയതായി ഉൾപ്പെടുത്തിയ നിർദ്ദേശപ്രകാരമാണ് സി.ബി.ഐക്ക് കേസ് അന്വേഷിക്കാനുള്ള പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അനുമതിയില്ലാതെ വ്യക്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് നിലവിൽ സാധിക്കില്ല. ഈ ആരോപണം നേരിടുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ മാത്രം അന്വേഷണം നടത്തുവാനുള്ള അനുമതിയായിരുന്നു ആദ്യം സി.ബി.ഐക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന പൊതു അനുമതിയിൽ വ്യക്തികൾക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാം എന്ന നിർദ്ദേശമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വകുപ്പ് 6 അനുസരിച്ച് സംസ്ഥാനങ്ങൾ നേരത്തെ നൽകിയ അനുമതിയിൽ സ്വകാര്യ വ്യക്തികൾ എന്ന വാക്ക് ഇല്ലായിരുന്നു. കുറ്റാരോപിതരായ കേന്ദ്ര സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തികളെ അന്വേഷണത്തിന്റെ ഭാഗമാക്കാൻ ആണ് ഒഡീഷയും മധ്യപ്രദേശും ഗോവയും ഇറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നത്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായതിനാൽ സംഘടിതമായാണ് ഈ നിർദ്ദേശം പുറത്തിറക്കിയതെന്ന ആരോപണത്തിന് അടിസ്ഥാനമായി ഉയർത്തിക്കാണിക്കുന്നത് ഈ 3 സംസ്ഥാനവും പുറത്തിറക്കിയ ഉത്തരവിലെ വാക്കുകളിലെ സാമ്യതയാണ്. ഉത്തരവ് ഡൽഹിയിലെ ബി.ജെ.പി നേതൃത്വം അച്ചടിച്ച് നൽകിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. ഈ ഉത്തരവ് വന്നതോടെ കേന്ദ്ര സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുവാൻ ഏജൻസികൾക്ക് സാധിക്കും. സുപ്രീം കോടതി കൂട്ടിലടച്ച തത്തയെന്ന് വിശേഷിപ്പിച്ച സി.ബി.ഐക്ക് ഇത്തരമൊരു അനുമതി കൂടി ലഭിക്കുന്നതോടെ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ മാസം ആദ്യം അനുമതി വാങ്ങാതെ സ്വകാര്യ വ്യക്തിക്കെതിരെ സി.ബി.ഐ കേസെടുത്ത സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കേസെടുത്തിരുന്നു.